നമസ്കാരം. അതെ, ചിലരെ കുറിച്ച് പറഞ്ഞു കേൾക്കാറില്ലേ, അവന് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ്. അതുപോലൊന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണ്ടേ? കണ്ടു നോക്കൂ. ഞാൻ അഴിമതിക്കെതിരെ ഇനിയും പൊരുതും. എവിടെയപ്പ പൊരുതിയത്? ഈ ഗണേശൻ എവിടെയാ അഴിമതിക്കെതിരെ എവിടെ പൊരുതിയെന്നാണ്? അഴിമതിക്കെതിരെ ഗണേഷ് കുമാർ, മാർബാലകൃഷ്ണ പിള്ളയെല്ലാം പൊരുതുക. നല്ല പുള്ളികളാണ്. ഈ അഴിമതി നടത്തിയവരാണെന്ന പേര് പറഞ്ഞാൽ രക്ഷ കിട്ടുമല്ലോ. ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ചോറ് തിന്നുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. വീട്ടിനകത്ത് കയറ്റാൻ പറ്റുമോ? പത്തനാപുരം നിയോജക മണ്ഡലത്തിലുള്ളവര് അഭിമാനികളാണല്ലോ. ഈ അഭിമാനം പണയപ്പെടുത്തിയിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളോട് സമരസപ്പെട്ടു പോകാൻ ആർക്കെങ്കിലും കഴിയുമോ? ആ പാർട്ടിയിലുള്ളവർക്ക് കഴിയോ? എല്ലാവർക്കും ഇല്ലേ ഒരു മാനാഭിമാനം എന്നൊക്കെ പറയുന്നത്? മനുഷ്യർക്ക്, മൃഗങ്ങൾക്കില്ല, മനുഷ്യർക്കുണ്ടല്ലോ. ഈ മാനാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ യാമിനിയുടെ ഭാഷയിൽ തന്നെ ഏറ്റവും തരംതാണ നിലവാരം കുറഞ്ഞ ഒരു തരത്തിലും ആർക്കും ഒരു താരതമ്യമില്ലാത്ത രൂപത്തിലേക്ക് ചളിയിൽ പതിച്ചുപോയ, ദുർഗന്ധം വമിക്കുന്ന ചളിക്കുണ്ടിൽ പതിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വാദിക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നിച്ച് സൗഹൃദം സ്ഥാപിക്കാനോ പറ്റുമോ? പറ്റില്ലല്ലോ. പക്ഷെ ഒരു വിവാഹം നടക്കുമ്പോ അവിടെ എത്ര അടി പൊട്ടും എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇതാരാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നമ്മുടെ സ്വന്തം ശ്രീമതി ടീച്ചറാണ്. പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗണേഷ് കുമാറിനെ കുറിച്ചും. ഓന്തു മാറുമോ ഇതുപോലെ? എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് മന്ത്രിയായി ഗണേഷ് കുമാർ വന്നു കഴിയുമ്പോൾ പാവം എന്ത് പറഞ്ഞ് ന്യായീകരിക്കുമോ ആകും. അല്ല, ഗണേഷ് കുമാർ തികഞ്ഞ അഴിമതിക്കാരനും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത ഒരാളുമാണ് എന്നാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോയിൽ ശ്രീമതി ടീച്ചർ പറഞ്ഞു വെക്കുന്നത്. ഒന്നുകൂടി ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഞാൻ അഴിമതിക്കെതിരെ ഇനിയും പൊരുതും. എവിടെയപ്പ പൊരുതിയത്? ഈ ഗണേശൻ എവിടെയാ അഴിമതിക്കെതിരെ എവിടെ പൊരുതിയെന്നാണ്? അഴിമതിക്കെതിരെ ഗണേഷ് കുമാർ, മാർബാലകൃഷ്ണ പിള്ളയെല്ലാം പൊരുതുക. നല്ല പുള്ളികളാണ്. ഈ അഴിമതി നടത്തിയവരാണെന്ന പേര് പറഞ്ഞാൽ രക്ഷ കിട്ടുമല്ലോ. ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ചോറ് തിന്നുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. വീട്ടിനകത്ത് കയറ്റാൻ പറ്റുമോ? പത്തനാപുരം നിയോജക മണ്ഡലത്തിലുള്ളവര് അഭിമാനികളാണല്ലോ. ഈ അഭിമാനം പണയപ്പെടുത്തിയിട്ട് ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികളോട് സമരസപ്പെട്ടു പോകാൻ ആർക്കെങ്കിലും കഴിയുമോ? ആ പാർട്ടിയിലുള്ളവർക്ക് കഴിയോ? എല്ലാവർക്കും ഇല്ലേ ഒരു മാനാഭിമാനം എന്നൊക്കെ പറയുന്നത്? മനുഷ്യർക്ക്, മൃഗങ്ങൾക്കില്ല, മനുഷ്യർക്കുണ്ടല്ലോ. ഈ മാനാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ യാമിനിയുടെ ഭാഷയിൽ തന്നെ ഏറ്റവും തരംതാണ നിലവാരം കുറഞ്ഞ ഒരു തരത്തിലും ആർക്കും ഒരു താരതമ്യമില്ലാത്ത രൂപത്തിലേക്ക് ചളിയിൽ പതിച്ചുപോയ, ദുർഗന്ധം വമിക്കുന്ന ചളിക്കുണ്ടിൽ പതിച്ചുപോയ ഒരു വ്യക്തിക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വാദിക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നിച്ച് സൗഹൃദം സ്ഥാപിക്കാനോ പറ്റുമോ? പറ്റില്ലല്ലോ. പക്ഷെ ഒരു വിവാഹം നടക്കുമ്പോ അവിടെ എത്ര അടി പൊട്ടും എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെയാണോ മന്ത്രിസ്ഥാനത്തേക്ക് ഉയർത്തുന്നത്? മന്ത്രിയായതിനു ശേഷം ഗണേഷ് കുമാർ ശ്രീമതി ടീച്ചറിന്റെ വീട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വീടിനുള്ളിലേക്ക് അപ്പോൾ കയറ്റുമോ? ചോദ്യങ്ങൾ അനവധിയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.